വയനാട് തലപ്പുഴ കമ്പുമലയിൽ കാട്ടുതീ പടർത്തിയതിൽ കസ്റ്റഡിയിലുള്ള തൃശ്ശിലേരി സ്വദേശി സുധീഷ് കുറ്റം സമ്മതിച്ചു. കഞ്ചാവ് കേസിൽ ഒളിവിൽ കഴിയാനാണ് സുധീഷ് കമ്പുമലയിലെത്തിയത്. തലപ്പുഴയിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഇയാൾ ഭീതിയിലായി. തുടർന്ന് വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ കാടിന് തീയിട്ടെന്നും സുധീഷ് പോലീസിന് മൊഴി നൽകി. വിവരങ്ങളുമായി അനീസ് അലി ചേരുന്നു. അനീസ്, എന്തെല്ലാമാണ് ഇയാളുടെ മൊഴിയിൽ നിന്നും പുറത്തു വന്നത്? നിലവിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി വിചിത്രമായ ഒരുപാട് കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് നിരവധി കേസുകളിൽ പ്രതിയാണ് അദ്ദേഹം. അയാൾ ഒളിവിൽ താമസിക്കുമായിരുന്നു, വനമേഖലയിലായിരുന്നു ഇദ്ദേഹം പകലിൽ താമസിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ താഴെയുള്ള കുന്നിന് സമീപത്ത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പാടിയിൽ അദ്ദേഹം വന്ന് താമസിക്കും. പകൽ മുഴുവൻ കാടിനോട് ചേർന്ന ഉൾവനത്തിൽ തന്നെയാണ് എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും ആ മേഖലയിൽ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തലപ്പുഴ മേഖലയിൽ കടുവയെ കാണുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് ഭീതിയാവുകയും കടുവ വരാതിരിക്കാൻ മറ്റു ചെറിയ മൃഗങ്ങളും മാന്, മുയൽ പോലെയുള്ള മൃഗങ്ങളൊന്നും അവിടേക്ക് എത്താതിരിക്കാൻ, അവയെ തേടിയാണ് സാധാരണ കടുവകൾ എത്താറുള്ളത്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അടിക്കാട് മുഴുവൻ കത്തിച്ചു കളയുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം കാട് കത്തിച്ചത് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും 2 ദിവസത്തെ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ കാട്ടുതീ ഉണ്ടായതോടുകൂടി തന്നെ വനംവകുപ്പിന് ഇത് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണ് എന്ന് ബോധ്യമായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ സുധീഷ് എന്ന് പറയുന്ന 27-കാരനെ വനംവകുപ്പ് പിടികൂടുന്നത്. വനംവകുപ്പ് ഇദ്ദേഹത്തെ കണ്ടെത്തുന്ന സമയത്തും ഇദ്ദേഹം തീയിടുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് വനംവകുപ്പ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. പക്ഷെ ഇദ്ദേഹത്തെ വളഞ്ഞതോടുകൂടി തന്നെ ഉൾവനത്തിലേക്ക് ഇദ്ദേഹം ഓടിപ്പോവുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹം പോകാനിടയുള്ള സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് വനത്തിനകത്ത് തന്നെ നടത്തിയ പരിശോധനയിലാണ് പിന്നീട് ഇയാളെ പിടികൂടാനായത് എന്ന് വനംവകുപ്പ് അറിയിക്കുന്നു. എന്തായാലും അദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് തീയിട്ടത് എന്നാണ് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി.